ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ അധികം കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട്. മാത്രമല്ല നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു പപ്പായയാണ് കേട്ടോ. പച്ച പപ്പായാണ് എടുത്തിട്ടുള്ളത്. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇത് പപ്പായ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പപ്പായ നമുക്ക് പകുതി മാത്രം മതി. നല്ല പച്ച പപ്പായയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ഈ ഒരെണ്ണം മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, ഒരു പകുതി. അപ്പോൾ ഇത് വളരെ നല്ലതാണ് പപ്പായ. ഇങ്ങനെ തോരൻ വെച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, കറി വെച്ചും തോരൻ വെച്ചും. അല്ലാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെയാണ്, അധികം തിക്കാവാതെ നല്ല തിന്നായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് അരച്ച് വെക്കുകയോ റെസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് വെക്കേണ്ട, അരിപ്പൊടി ചേർക്കേണ്ട, അങ്ങനെ ഒന്നും തന്നെ വേണ്ടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി ബേസൻ എന്നൊക്കെ പറയും. അത് ടേബിൾ സ്പൂണിലാണ് അളന്നെടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ റാഗി പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ജീരകമാണ്, ക്യൂമിൻ സീഡ് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. എരിവിനായിട്ട് ഇവിടെ ഞാൻ ഉണക്കമുളക് 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടിയാണ് കേട്ടോ, സാധാരണ ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം തന്നെ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റവ ചേർത്ത് കൊടുത്താൽ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ നമ്മളിതിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ദോശയുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കപ്പിൽ അളന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഏതാണ്ട് ഒരു 2.5 കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം, ഇളക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. സാധാരണ വെള്ളമാണ് കേട്ടോ, നമ്മളത് ചൂടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഗോതമ്പ് പൊടി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒട്ടിപ്പിടിക്കും, കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ റവയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടും കുറച്ചൊരു ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതിനെ കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പല രീതിയിലും ദോശ റെസിപ്പീസ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒക്കെ ഇതിലിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദോശ റെസിപ്പി വേറെ തന്നെ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്കിതൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം കടലയാണ് കേട്ടോ, നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള, ഒരു 5-6 പച്ചമുളക്, 2-3 കുടം വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുന്ന സമയം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒട്ടും എണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഡയറ്റ് ചെയ്യുന്നവർ, അവർക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ മസാല അധികമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ അതാ ഈ ചട്നി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ഡ്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമ്മളിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇത്ര മാത്രമേ ആവേണ്ടുള്ളൂ, ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളകും സവാളയും അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെയുള്ള ഈ ഒരു കൂട്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. എന്നിവിടെ പൊടിക്കുന്ന ജാറിലാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് പുളി ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുതിർത്തെടുത്തതാണ് കേട്ടോ, എന്നാലാണ് അരയുള്ളൂ. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ സാധാരണ അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുക്കരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതിൽ വേണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒതുക്കിയെടുത്താൽ മതി, നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. അങ്ങനെ മസാല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഒരു ചട്നിക്ക്. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ചാറിയ വെള്ളം, അതല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു രുചി കിട്ടുന്നത്. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് അരഞ്ഞ് കിടക്കും, കുറച്ചിങ്ങനെ അങ്ങനെ തന്നെയൊക്കെ എടുക്കും. അപ്പോൾ അതിനൊക്കെ നല്ലത് ഇതാണ്. കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണം. ഞാൻ ഏതാണ്ട് ഒരു 1/2 കപ്പോളം ഇല്ല, അത്രയും വെള്ളമില്ല, എന്നാലും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ എത്ര വെള്ളം വേണം എന്നുള്ളത്. നല്ലോണം ലൂസാക്കണം എന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ 2 സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചട്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ദോശയുടെ കൂടെയും കഴിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇതിന് യോജിക്കുന്നത് ഗോതമ്പ് ദോശ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സിമ്പിൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്നി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്നി, ഹെൽത്തി ചട്നി. ഇനി ഇതാ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ദോശയുടെ ബാറ്റർ ഇതിനി നമ്മൾ ഫ്രൈ പാനിലല്ലെങ്കിൽ നമുക്ക് ദോശ തവയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത്, ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഫ്രൈ പാൻ എടുത്തത്. അതിലേക്ക് 2 തവി മാവ് നന്നായി ഇളക്കിയിട്ട് വേണം കോരി ഒഴിച്ച് കൊടുക്കുക. നമ്മളിതിൽ പച്ച പപ്പായൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ടാണ് ഇളക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഇങ്ങനെ തിന്നായിട്ട് നിരത്തരുത്, കുറച്ച് കനത്തിൽ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. ഒന്ന് അടച്ച് വയ്ക്കാം, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ആ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മൊരിയിപ്പിച്ചെടുക്കണം. ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടാറുന്നതിൻ്റെ മുന്നേ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡും ഒരുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലാണ് ഉള്ളിലിങ്ങനെ കുറച്ച് സോഫ്റ്റായിട്ടും പുറത്തൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുള്ളൂ. മാത്രമല്ല നമ്മുടെ ഈ പപ്പായൊക്കെ കുറച്ചൊന്നൊരു ഹാഫ് കുക്കെങ്കിലും ആയി വരണം, അതിനാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഇതിൻ്റെ മേളിൽ ഒന്ന് ഇങ്ങനെ തൂവി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരില്ല, അതുപോലെ നന്നായിട്ട് എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇതിങ്ങനെ പൊങ്ങി 2ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് അത്രയും എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഈ വെളിച്ചെണ്ണ വേണ്ടെന്നുള്ളവർക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളെ രുചികരമായിട്ടുള്ള ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മളെ ചപ്പാത്തിയും പൂരിയൊക്കെ അല്ലേ ഗോതമ്പ് വെച്ചാൽ ഉണ്ടാക്കാറ്. അപ്പോൾ ചട്നിയും ഗോതമ്പും ഈ ഒരു കോംബോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.